നമസ്കാരം, ഞാൻ വിപിൻ കെ മോഹനൻ. ജീവനത്തിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ചിലപ്പോഴെല്ലാം നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്ക് സാമ്പത്തികമായി മുന്നേറാൻ കഴിയണമെന്നില്ല. ഒരു പുതിയ ജോലിയോ അതല്ലെങ്കിൽ ഒരു പുതിയ വരുമാന മാർഗം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാലും നമുക്ക് കണ്ടെത്താൻ സാധിക്കാതെ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണം നമ്മുടെ തന്നെ ഉള്ളിൽ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകളും നമ്മുടെ സെൽഫ് ടോക്കുകളുമാണ്. അതായത് നമ്മുടെ ഉള്ളിലെ തന്നെ വിമർശനാത്മക ശബ്ദം നമ്മളോട് സംസാരിക്കുകയും നമ്മളെ തളർത്തുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ എന്നാൽ പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പണം എല്ലാ തിന്മകളുടെയും ഉറവിടമാണ്. ചിലർ പറയാറുണ്ട്, പണമുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന്. ഇനി നെഗറ്റീവ് സെൽഫ് ടോക്കുകളുടെ കാര്യമാണെങ്കിലോ, അതിൻ്റെ ചില ഉദാഹരണങ്ങളും നോക്കാം. എനിക്കിതിന് കഴിയില്ല, ഞാൻ എല്ലാത്തിലും തോറ്റുപോകുന്ന ഒരാളാണ്, ഇതൊക്കെ ഇങ്ങനെയേ ജീവിതത്തിൽ വരൂ. ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ചിലപ്പോഴെല്ലാം നമ്മളിൽ പലരും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും ഉണ്ടാകാം. ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഉപബോധ മനസ്സാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് സത്യത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള സെൽഫ് ടോക്കുകൾക്ക് എന്തെങ്കിലും ഒരു അടിസ്ഥാനത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല. നമ്മൾ തന്നെ ചിലപ്പോഴെല്ലാം പറയാറില്ലേ, അകാരണമായ ഒരു ഭയം, എന്താണെന്നറിയില്ല, ഒരു വിഷമം, യാതൊരു ആവശ്യവുമില്ലാത്ത ഒരു ഉത്കണ്ഠ. സത്യത്തിൽ ഇതെല്ലാം ഉപബോധ മനസ്സ് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഉപബോധ മനസ്സിനെ ബോധമനസ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഉപബോധ മനസ്സ് ലോജിക്കൽ ആയി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴായി നമ്മൾ കടന്നു വന്നിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നും, നമ്മൾ സംസാരിച്ചിട്ടുള്ള ആളുകളിൽ നിന്നും, സന്ദർഭങ്ങളിൽ നിന്നും എല്ലാം മനസ്സിൽ വന്നു പതിഞ്ഞിട്ടുള്ള ചില ചിത്രങ്ങളാണ് ഈ ചിന്തകൾക്ക് അടിസ്ഥാനം. നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവയെല്ലാം മാറ്റി നമുക്ക് പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകൾ മനസ്സിൽ വരുത്തേണ്ടതുണ്ട്. നമുക്ക് ഒരു പുതിയ ഉന്മേഷം തരുന്ന സെൽഫ് ടോക്കുകളാണ് നമ്മൾക്ക് വേണ്ടത്. നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുന്നവ, നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നവ. ഇനി വരുന്ന മിനിറ്റുകളിൽ നമുക്ക് അങ്ങനെയുള്ള ചില സെൽഫ് ടോക്കുകൾ പരിചയപ്പെടുകയും അത് ഈ വീഡിയോയോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിൽ പറയുകയും ചെയ്യുക. ജീവനം എന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനാൽ തന്നെ ഇതിൻ്റെ ഭാഗമല്ലാത്ത ആരെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ മുൻപറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരണമെന്നില്ല. കൂടുതൽ അറിയണമെങ്കിൽ ജീവനത്തിൻ്റെ ഫ്രീ മാസ്റ്റർ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷാ ഫോം താഴെ മെസ്സേജിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ എല്ലാ ദിവസവും പണത്തെ ആകർഷിക്കുന്നു. 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 ഞാൻ റിച്ച് ആണ്. 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 എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി. 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 സമ്പന്നത എൻ്റെ ജന്മാവകാശമാണ്. 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 നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു. 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 സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു.
സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്തിൻ്റെ കുന്നുകളായി ധനം എന്നിലേക്ക് ഒഴുകി വരുന്നു. 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 എനിക്ക് പണം ഇഷ്ടമാണ്. 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 ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. 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 ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു. 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 പണം എന്നിലേക്ക് സുഗമമായി ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു. 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 ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട്. 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 സാമ്പത്തികമായി അഭിവൃദ്ധി നേടുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സിലെ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റുന്നതിനും അതേപോലെ തന്നെ മനസ്സിലെ സെൽഫ് ടോക്കുകളെ പോസിറ്റീവാക്കുന്നതിനു വേണ്ടിയുമാണ് ഈ പ്രാക്ടീസ് നമ്മൾ ചെയ്യേണ്ടത്. ഈ വീഡിയോ 2 പാർട്ട് ആയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഈ പാർട്ടിൽ ഈ പ്രാക്ടീസിൻ്റെ ആവശ്യകത പുതിയ ആളുകൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ആയതിനാൽ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഈ കാര്യങ്ങൾ വിശദമാക്കുന്നതിന് വേണ്ടി നമ്മുടെ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് സെൽഫ് ടോക്കുകളെക്കുറിച്ചും വിശദമാക്കുവാൻ വേണ്ടി ചില നെഗറ്റീവ് പദങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആദ്യ ഭാഗം ഈ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രവും രണ്ടാമത്തെ ഭാഗം പ്രാക്ടീസിങ്ങിന് വേണ്ടിയുള്ളതുമാണ്. ആയതിനാൽ പ്രാക്ടീസിങ്ങിന് വേണ്ടി ഈ വീഡിയോയുടെ 2ാം ഭാഗമാണ് നമ്മൾ സ്ഥിരമായി കേൾക്കേണ്ടത്. ആദ്യ ദിവസങ്ങളിൽ 2ാം ഭാഗം ഒരിടത്ത് സ്വസ്ഥമായി കണ്ണടച്ചിരുന്ന് കേൾക്കുകയും ഇതിനോടൊപ്പം നമ്മൾ പറയുകയുമാണ് വേണ്ടത്. ഏതാനും വട്ടം ഇങ്ങനെ ചെയ്താൽ പിന്നീട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ പ്ലേ ചെയ്തു വെച്ചാൽ മതിയാകും. ഇതിനായി ഒരു സമയം പ്രത്യേകം കണ്ടെത്തണമെന്നില്ല. ഈ വാക്കുകൾ സ്ഥിരമായി കേൾക്കുക വഴി മനസ്സിൽ പതിഞ്ഞുകൊള്ളും. നന്ദി, നമസ്കാരം.